എല്ലാ പ്രേക്ഷകർക്കും മേഴ്സി കിച്ചൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ പെസഹ പാൽ തയ്യാറാക്കുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടതായ ചേരുവകൾ എന്തെല്ലാം നമുക്ക് നോക്കാം. ഞാനൊരു 3 തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 3/4 കിലോ ശർക്കരയും എടുത്തിട്ടുണ്ട്. കൂടാതെ പൂവൻപഴം, എനിക്ക് പാളം കൊണ്ടാണ് ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. പൂവൻപഴമാണ് നമുക്കിവിടെ കിട്ടിയത്. അതുകൊണ്ട് പൂവൻപഴമാണ് ഞാനിന്നിവിടെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ നമുക്ക് ഒരു 3/4 ഗ്ലാസ് ഞാനിവിടെ ചാക്കരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുത്തരി എടുക്കാം. സാധാരണ കുത്തരിയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഞാൻ ചാക്കരി എടുത്തിട്ടുണ്ട്, ഒരു 3/4 ഗ്ലാസ് ചാക്കരി. കൂടാതെ നമുക്ക് ഒരു 2 ടീസ്പൂൺ ജീരകം, ഒരു 6 ഏലയ്ക്ക. ഇത്രയാണ് നമുക്ക് ഈ പെസഹ പാൽ കാച്ചുവാൻ വേണ്ട ആവശ്യമായ ചേരുവകൾ. അടുത്തതായി ഞാനിവിടെ പെസഹ പാലിലേക്ക് ഇടാനുള്ള അരി വറക്കേണ്ടതിന് ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുതിർത്ത അരിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ അരി ഒരു അരമണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വെക്കണം. ഞാനിത് അവിടെ കാണിച്ചിട്ടില്ല. അരമണിക്കൂർ കുതിർത്ത ശേഷമാണ് ഞാനിവിടെ ഇത് വറുത്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് വറുത്തെടുക്കുമ്പോൾ തന്നെ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇതുപോലെ നിങ്ങൾ വറുത്തെടുക്കുക. അപ്പോൾ ഇത് വറുത്തതിന് ശേഷം നമ്മൾ ചെറിയൊരു ജാറിലിട്ട് ഇത് പൊടിച്ച് മാറ്റി വയ്ക്കും. പിന്നീട് നമുക്ക് ഇത് ശർക്കരയിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അടുത്തതായി ഞാൻ ഈ പാല് കാച്ചാനായിട്ട് ഞാനിവിടെ ഒരു കലം എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ശർക്കര പാനിയാണ് ഒഴിച്ചിരിക്കുന്നത്. നേരത്തെ ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കി ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ പാനിയാക്കി നന്നായിട്ട് അരിച്ചെടുത്ത ശേഷമാണ് ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. അതൊരുമാതിരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നതായ ഈ അരി പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് അടുക്കി പിടിക്കാതെ നമ്മൾ സൂക്ഷിക്കുകയും വേണം. അതുപോലെ നമ്മൾ കൈ ഇളക്കാതെ നമ്മൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ പഴം ഇതിനിടയിൽ ചെറിയ ഞുറുക്കുകളാക്കി വട്ടത്തിൽ ഞുറുക്കിയെടുക്കണം. പഴം ചെറിയ ഞുറുക്കുകളാക്കി എടുക്കുക. അപ്പോൾ ആ പഴമാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വലുപ്പത്തിൽ വേണം പഴം നുറുക്കിയെടുക്കാനായിട്ട്. ഒത്തിരി കനം കൂടി പോകരുത്, ഒത്തിരി കനം കുറഞ്ഞും പോകരുത്. ഈ ഒരളവിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് നമ്മൾ നന്നായിട്ട് ഈ ശർക്കര പാനിയിൽ കിടന്ന് വെന്ത് മധുരം പിടിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന അരി അടിയിൽ പിടിക്കാതെയും നമ്മൾ ശ്രദ്ധിക്കണം. തേങ്ങ മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് 2ാം പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. തലപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. തലപ്പാൽ എന്ന് വെച്ചാൽ 1ാം പാൽ. അതായത് മിക്സിയുടെ ജാറിൽ നമ്മൾ തേങ്ങ ഇട്ടാൽ അതിൻ്റെ നിരപ്പ് വെള്ളം ഒഴിച്ച് അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞ് മാറ്റി വെക്കുന്നതാണ് 1ാം പാലെന്ന് പറയുന്നത്. 2ാം പാലെന്ന് പറയുന്നത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതായ പിശുട് വീണ്ടും മിക്സിയിലിട്ട് അതിന് നിരക്കെ വെള്ളം വെച്ച് വീണ്ടും അത് അടിച്ച് പിഴിഞ്ഞെടുക്കുന്നതാണ് 2ാം പാലെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 2ാം പാലാണ് അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയ ശേഷം തിളയ്ക്കുന്നത് വരെ നമുക്ക് കലമൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതായ തലപ്പാൽ, അതായത് 1ാം പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് പൊട്ടിപ്പോവുകയോ പിരിഞ്ഞു പോവുകയും ചെയ്യാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
അതിനുശേഷം ജീരകവും ഏലക്കായും പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച ശേഷം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ആ ജീരകത്തിൻ്റെ പച്ചപ്പെല്ലാം ഒന്ന് മാറി വരത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു വാര്യം തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പെസഹ പാല് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കലമടച്ച് വയ്ക്കാം. ഇത് നമുക്ക് പെസഹ അപ്പത്തിനോട് കൂടെ ചേർത്ത് കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.